എക്സലൻ്റ് പടമായിട്ടുണ്ട്, കൊള്ളാം. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു പടം, ഇതുപോലെ വരട്ടെ പടങ്ങൾ. എല്ലാവരും പോയി കാണട്ടെ, എല്ലാവരും കാണണം. ഓക്കെ. ഇത്രയും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു പടം കാണുന്നത്. വെരി ഗുഡ് ഫിലിം, വണ്ടർഫുൾ. ഓക്കെ, കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. നല്ലൊരു ഒരു മോറൽ ഒരു ഇത് തരുന്നുണ്ട് ഈ മൂവി. നല്ലതായിരുന്നു. അനശ്വര നല്ലതായിരുന്നു, നല്ല ആക്ടിങ് നല്ലതാണ്. ഇഷ്ടമായി, മൂവി ഇഷ്ടമായി. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതും റിയൽ ഒരു ട്രയൽ, അത് യാഥാർത്ഥ്യമായ ഒരു കഥ പോലെ തന്നെ ഫീൽ ചെയ്യും, കഥയാണെങ്കിൽ പോലും. പക്ഷേ നല്ല നല്ല പടമാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ടിക്കറ്റ് കിട്ടാൻ പോലും വിഷമമായിരുന്നു. ഞങ്ങൾ മിക്ക പടത്തിൻ്റെയും 1-2 ദിവസം പടം കാണുന്നതാണ്. പക്ഷേ അത് പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടിക്കറ്റ് എടുത്തത് പോലും കഷ്ടപ്പെട്ടാണ്. മറ്റേത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞ ടിക്കറ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ഡേയിൽ എല്ലാ ടിക്കറ്റ് എടുക്കുന്നതാണ്, പക്ഷേ അതിന് ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ഫ്രണ്ടിൽ പോയിരുന്ന് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഡിമാൻഡഡ് പടമാണ്. തീർച്ചയായിട്ടും ലാലേട്ടന് ലാലേട്ടൻ്റെ അഭിനയം കൂടിക്കൂടി വരികയാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എന്താ പറയുക, നമുക്കറിയാം, പ്രത്യേകിച്ച് ലാലേട്ടനെ പോലുള്ള നടന്മാരെ ഇപ്പോഴും ജനങ്ങളുടെ ആ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ലാലേട്ടനുള്ള സ്ഥാനം വളരെ വലുതാണ്. അതിൽ പ്രത്യേകിച്ച് ഈ പടം നല്ലൊരു കഥയുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ വളരെ ഗ്രാമീണമായ നല്ല രീതിയിലുള്ള പടമാണ്. മൊത്തത്തിൽ നല്ല പെർഫോമൻസാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് പറയും. നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് ഒരു നല്ല സ്റ്റോറി ലൈനൊക്കെ ഉള്ളൊരു മൂവി തന്നെയാണ്. ആക്ച്വലി വലിയ പ്രതീക്ഷ എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ജിത്തു ജോസഫ് മോഹൻലാൽ മൂവി എന്നുള്ള രീതിയിൽ നമുക്കൊരു ദൃശ്യം ഒരു മൂവി ആ ഒരു റേഞ്ചൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്.